शिवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु बुद्धेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधार शिवासादि गौर भक्त वृंद। हरे कृष्णा 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 कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഇപ്പൊ നമ്മളിങ്ങനെ ഭക്തിരസാമൃത സിന്ധുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് റീക്യാപ്പ് ചെയ്തു. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഈ സബ്ജക്ട് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തലയിൽ കയറുന്നൊരു സാധനമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭക്തിയെക്കുറിച്ചും ഭക്തിയുടെ വിവിധ തലങ്ങളെ കുറിച്ചിട്ടും ഉത്തമ ഭക്തി എന്താണെന്ന് കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ധാരണ ഉണ്ട്, രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭക്തനാണെന്നുള്ള ധാരണയാണ് ആളുകളിലുള്ളത്. പക്ഷേ ഭക്തിരസാമൃത സിന്ധുവില് ശ്രീല രൂപ ഗോസ്വാമി എന്താണ് ഭക്തി എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, അതായത് രാവിലെ പോയി കുളിച്ച് ഭഗവാനെ തൊഴുതിട്ട് പിന്നെ വന്ന് എല്ലാ തോന്നിവാസം ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഭക്തി എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോ ഭക്തിയുടെ ഒരു എന്താ പറയണത്, പരമ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീല രൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു സഹായിക്കുന്നു നമ്മളെ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, അതിന് തെറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കിഴക്കൻ വേവ് അല്ലെങ്കിൽ കിഴക്ക് തിരയെ കുറിച്ചാണ്. അതിന് നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലാക്കി, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് സദേൺ വേവ് അല്ലെങ്കിൽ തെക്കൻ തിര എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ കൂടുതലായിട്ടും പറയണത് ഭാവഭക്തിയെ കുറിച്ചാണ്. അതായത് എന്താണ് ഭാവഭക്തി, ഇതിനെ കുറിച്ച് ഒരുപാടില്ല അതിൽ കേട്ടോ. ഈ തെക്കൻ വേവില് ഒരുപാട് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഉള്ളത് വളരെ ക്രിസ്പും അതേമാതിരി വളരെ ഇമ്പോർട്ടന്റുമായിട്ടുള്ളതാണ്. ഭാവഭക്തി എന്നാണ് പറയുന്നത്. പ്രേമയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഭാവ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ. 4 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. നമ്മൾ പറഞ്ഞു ഭാവ, അതായത് ആദ്യത്തെ സ്റ്റേജ് സാധന, ഭാവ, പ്രേമ. അപ്പൊ ഇവിടെ ഭാവത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രൂപഗോസ്വാമി പറയുന്നുണ്ട്, പ്രേമയുടെ ആദ്യ പടിയാണ് ഭാവം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഭാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വില എന്നാണ് അതിന്റെ അർത്ഥം. ഹിന്ദിയിൽ ഭാവ് എന്ന് പറയും, ക്യാ ഭാവ് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇതിന്റെ വില എത്രയാണെന്ന് അർത്ഥം. അപ്പൊ ഈ ഭാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. സാധാരണ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ഇതിന്റെ വില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര റുപ്യാണ് വില. അപ്പൊ അത് വാങ്ങിക്കാൻ കഴിവുള്ളവർ അത് വാങ്ങിക്കും. അതേമാതിരി നമ്മുടെ കപ്പാസിറ്റി നമ്മളതിനെ ഭാവത്തിലേക്ക് എത്തിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിന് ഭക്തിരസാമൃത സിന്ധുവില് ഒരു ശ്ലോകമുണ്ട്. ശുദ്ധസത്വ വിശേഷാത്മ പ്രേമ സൂര്യാംശു സംയഭാഗ് രുചിഭിശ്ചിത്ത മസ്മ്യകൃത് അസൗഭാവ ഉച്യത്തെ. അതായത് ഭാവ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റേജാണ്. അതായത് ഉത്തമം എന്താ പറയണത്, ശുദ്ധസത്വം. നമുക്കറിയാം, നമ്മൾ 3 ഗുണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒന്ന് തമോ ഗുണം, 2 രജോ ഗുണം, 3 സത്വഗുണം. അപ്പൊ ഈ സത്വഗുണത്തിന്റെ മേലെ നിൽക്കുന്ന ഒരു സ്റ്റേജ്, അതിന് ശുദ്ധ സത്വ ഗുണം എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരുടെ അതായത് നാട്ടിൽ മാത്രമല്ല, നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. അതായത് ആരാണ് ഏത് ഗുണത്തിലാണ് നിൽക്കുന്നത് എന്ന്. അതായത് ആരാണ് തമോ ഗുണത്തിൽ നിൽക്കുന്നത്, ആരാണ് രജോ ഗുണത്തിൽ നിൽക്കുന്നത്, ആരാണ് സത്വഗുണത്തിൽ നിൽക്കുന്നത്. സാധാരണ നമ്മൾ പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സത്വഗുണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാര് സത്വഗുണത്തിൽ നിൽക്കുന്നു, ക്ഷത്രിയന്മാര് രജോ ഗുണത്തിൽ നിൽക്കുന്നു, ശൂദ്രന്മാര് തമോ ഗുണത്തിൽ നിൽക്കുന്നു. അങ്ങനെ 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണത്തിൽ ഓരോരുത്തരുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വൈഷ്ണവന്മാരാണ്. ആരാണ് വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷ്ണു ജ്ഞാനേതി ഇതി വൈഷ്ണവ. വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ലഭിച്ചിരിക്കുന്നവനെ വൈഷ്ണവൻ എന്ന് പറയും. അതായത് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളെ വൈഷ്ണവന്മാരെന്ന് പറയുന്നു. അവര് ബ്രാഹ്മണന്മാരെക്കാൾ ഒരു പടി മേലെ നിൽക്കുന്നവരാണ്. അവര് സത്വഗുണത്തിലല്ല ഇരിക്കുന്നത്, അവർ ശുദ്ധ സത്വഗുണത്തിലിരിക്കുന്നു. അപ്പൊ വൈഷ്ണവന്മാര് ശുദ്ധ സത്വഗുണത്തിലിരിക്കുന്നു. ഈ ശുദ്ധ സത്വഗുണത്തിലിരിക്കുന്നവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഓരോരുത്തരും ചാൻഡ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണോ നിങ്ങൾ മുമ്പ് ഇരുന്നിരുന്നത്, ഇപ്പൊ എങ്ങനെയായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഡിവോട്ടീസൊക്കെ, അതായത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ നമുക്ക് ഒരുപാട് എന്താണ് പറയണത്, ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഭക്തിയിൽ വന്നതിന് ശേഷം ഈ സ്വഭാവ വൈകൃതങ്ങളെല്ലാം മാറിയിട്ട് നമ്മൾ ഒരു നല്ല സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് ഉറപ്പാണ്. പ്രൊവൈഡഡ് ബൈ നമ്മുടെ നാമജപം പെർഫെക്റ്റ് ആണെങ്കിൽ. ഇതാർക്കൊക്കെ
എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഭയങ്കര ദേഷ്യക്കാരത്തിയായിരുന്നു. ഭയങ്കര ദേഷ്യം എന്ന് ഉം, പറഞ്ഞാല് പിന്നെ എന്തെങ്കിലും കേട്ടാ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്താ അങ്ങനെ പറഞ്ഞെന്നാണ് ചോദിക്കാനും പോകുമായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഉം, ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞോട്ടെ, അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയും, ആരോടും എന്ത് പറഞ്ഞാലും അത് ഈ ചെവി കൂടെ ഇട്ട് ആ ചെവി കൂടെ വിട്ട്, അതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ നല്ല സമാധാന. എന്താ വെച്ചാൽ വെരി ഗുഡ്, നമ്മളൊന്നിനും വെരി പോകുന്നില്ല. അതെ, വെരി അതിനെ കൊണ്ട് ഗുഡ്, അത് വെരി ഗുഡ്. നല്ലൊരു ഗുണമാണ് എനിക്ക് ചെയ്തത്. എന്നിട്ട് എനിക്ക് ഈ സത്യമല്ലാത്തത് കേൾക്കുമ്പോ, ഞാൻ പറയാത്തത് പറഞ്ഞു നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ അതാണ് അതൊക്കെ അതാണ് നല്ലപ്പോ അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലായത്, നമ്മള് സൈലന്റ് ആയിരുന്ന ബാക്കി എല്ലാവരും നന്നാവും എന്നുള്ളത് വെച്ചാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് അതൊന്നും മനസ്സിലായി. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും, അതൊക്കെ തീർച്ചയായിട്ടും. ജപത്ത് കൂടെ കിട്ടിയതാണ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ ഒരുപാട് ഭക്തന്മാരുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്നവർ, റെഗുലറായിട്ട് വരുന്നവരുണ്ട്. അവരുടെയൊക്കെ ആ, ആദ്യം വന്നിരുന്ന സമയത്ത് അവരൊക്കെ നോൺ വെജ് കഴിച്ചിരുന്നവരാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നവരാണ്. അവരെന്ത് ചെയ്തു? ഒരു നാമം ജപിക്കാൻ, സീരിയസ് ആയിട്ട് നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ സീരിയസ് ആയിട്ട് നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ നോൺ വെജ് അവര് കഴിക്കാതെയായി. പക്ഷെ മക്കൾക്കും ഹസ്ബൻഡിനും വെച്ച് കൊടുക്കണം. അപ്പൊ അവർക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ഭഗവാനോട് വീണ്ടും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വീട്ടിലുള്ള മറ്റുള്ളവർ പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വയ്ക്കേണ്ട, കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വയ്ക്കേണ്ട, ഞങ്ങള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിൽ പോയി കഴിച്ചോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിൽ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് നോൺ വെജ് ഇല്ലാതെ. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥന മൂലവും നമ്മുടെ തീവ്രമായിട്ടുള്ള ജപം മൂലവുമാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നാമപ്രഭുവിനെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. നാമപ്രഭുവിനെ എത്രയും നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുവോ അത്രയും ഗുണങ്ങൾ നമുക്ക് കൂടുതലുണ്ടാകും. നാമജപം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൗഡീയ വൈഷ്ണവ ഭക്തന്മാർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധന ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ സാധന ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്ര പറഞ്ഞിരിക്കുന്നത് പോലെ എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്. അതായത് രാവിലെ നേരത്തെ എണീറ്റിട്ട് നാമം ജപിക്കണം, ശ്രീമദ് ഭാഗവതം വായിക്കണം, ഭക്തന്മാരുടെ സംഘം എടുക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതുമാതിരി നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിനെ വൈദിക സാധനാ വിധി എന്ന് പറയും. വേദവിധികളിലൂടെ, അതായത് ശാസ്ത്രങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഭഗവത് ഭക്തി ചെയ്യുന്നതിന്. അതിനുശേഷം ഈ ശാസ്ത്രങ്ങളെ ഫോളോ ചെയ്തിട്ട് ഭക്തി ചെയ്തതിന് ശേഷം ഒരവസ്ഥ വരുന്നുണ്ട്. അതിന് ഒരു പ്രത്യേക അവസ്ഥയാണ്. അതിന് സ്പോണ്ടേനിയസ് ലവ് എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതായത് നമ്മൾ സാധന നിർബന്ധപൂർവം ചെയ്യുന്നു. സാധന ചെയ്യുന്നത്, അതായത് ശാസ്ത്രങ്ങളിൽ അനുശാസിച്ചതുപോലെ നമ്മൾ സാധന ചെയ്യുന്നു. അങ്ങനെ സാധന ചെയ്തിട്ട് സാധനാ ഭക്തി എന്ന് പറയാം. അതിന് നമ്മളങ്ങനെ സാധന ചെയ്തുകൊണ്ട് എന്തൊക്കെയാണോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഭഗവത് ഭക്തന്മാരുടെ കൃപ മൂലം, അതിന് കൃപാസിദ്ധി എന്ന് കൂടെ പറയാം, അത് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ കൃപ മൂലം എന്ത് ലഭിക്കുന്നു? പ്രേമ ലഭിക്കുന്നു. അതായത്
സ്പോണ്ടേനിയസ് ലവ്. സ്പോണ്ടേനിയസ് ലവ്, അതിന് പ്രത്യേകിച്ച് നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഭക്തന്മാരുടെ കൃപ മൂലവും ഭഗവാന്റെ കൃപ മൂലവും കിട്ടുന്നതാണ്, വേറെ വിടുന്നത് കിട്ടില്ല. അപ്പോ ഈ ഭക്തി ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ലവ്, ഇതിന് മലയാളത്തിൽ എന്താ പറയാ? സ്വാഭാവിക ഭക്തിയാണ് പ്രഭു. സ്വാഭാവിക ഭക്തി എന്ന് പറയും. പിന്നെ ഒരു പേരും കൂടി ഉണ്ട്, അത് തീവ്രഭക്തിയാണോ പ്രഭു? തീവ്രഭക്തി, തീർച്ചയായിട്ടും തീവ്രഭക്തിയാണ്. തീവ്രഭക്തി എന്ന് കൂടെ പറയാം. വേറൊരു പേരും കൂടി അതിന് പറയാറുണ്ട്. ശുദ്ധഭക്തി. ഉള്ളിന്റെ ഉള്ളിലുള്ള അഗാധമായ ഭക്തി അല്ലയോ സ്പോണ്ടേനിയസ് ലവ് എന്ന് പറയുന്നത്, പ്രേമഭക്തി. ഉള്ളിന്റെ അതായത് ഉള്ളിൽ കവിതകള് രചിക്കുന്നത് ഇപ്പം പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നാ പറയുന്നത്. അതെ, അത് ശരിയാണ്. ഈ പവർഫുൾ ഫീലിങ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് വെളിയിൽ വരണമെങ്കിൽ നമുക്ക് ഭക്തൻ, എന്താ മതജി, സ്വതസിദ്ധമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഭക്തി. ഈ ഭക്തിയെല്ലാം വെളിയിൽ വരണമെങ്കിൽ നമ്മളില്, അതായത് ധ്രുവ മഹാരാജ് എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്? അദ്ദേഹം തപസ് ചെയ്തത് തൻ്റെ മുതുമുത്തച്ഛനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സാമ്രാജ്യത്തിന് ഞാൻ അധിപതിയായിരിക്കണം എന്നുള്ളൊരു നിശ്ചയത്തോട് കൂടിയിട്ടാണ് ധ്രുവ മഹാരാജ് എന്ത് ചെയ്യുന്നത്? തപസ് ചെയ്യുന്നത്. പക്ഷെ 6 മാസത്തിനുള്ളിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ ആ ശംഖെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഒന്ന് ടച്ച് ചെയ്യും ചെയ്തപ്പോൾ ചെറിയ കുട്ടിയായിട്ടുള്ള 5 വയസ്സായിട്ടുള്ള ബാലകനായിട്ടുള്ള ആ ധ്രുവ മഹാരാജ് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്ലോകങ്ങളായി ചൊല്ലുന്നു. 5 വയസ്സായിട്ടുള്ള കുട്ടിക്കാണ്, അഗാധമായ ജ്ഞാനമൊന്നുമില്ല കുട്ടിക്ക്. പക്ഷേ ഭഗവത് കൃപയാൽ, ഭഗവാന്റെ കൃപ മൂലം ആ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥനകൾ ചൊല്ലുക, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്. അപ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എന്തുണ്ട്? ആ പ്രേമ ഉണ്ട്. പക്ഷെ ഈ പ്രേമ റിവീൽ ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു ഭക്തന്റെയോ ഭഗവാന്റെയോ അനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ ഇത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ധ്രുവ മഹാരാജന് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇത്രയും സുന്ദരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ സാധിച്ചത്. അപ്പോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ട്. പക്ഷെ ആ ഭക്തി വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവത് ഭക്തന്മാരുടെ അനുഗ്രഹം അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇനി ഇതാണ് ഭാവഭക്തി. ഭാവഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേമഭക്തിയുടെ സ്റ്റേജാണ്. നമ്മള് ഒരു റോസ എടുത്തു കഴിഞ്ഞാല് അത് ആദ്യം മൊട്ടായിരിക്കും, പിന്നെ പാതി എന്തുണ്ടായിരിക്കും? വിരിഞ്ഞിരിക്കും. അതിനുശേഷം മുഴുവനായിട്ട് വിരിഞ്ഞു പോകും. അപ്പോ ഈ ഭക്തി അങ്ങനെ മുഴുവനായിട്ട് വിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. അതിനെ പ്രേമഭക്തി എന്ന് പറയും. ഈ പാതി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിനെ ഭാവഭക്തി എന്നത്. അതായത് പ്രേമയല്ല,
പ്രേമ ആയിട്ടില്ല, പക്ഷെ പ്രാരംഭ നിലയിലാണ്, വിരിഞ്ഞിരിക്കുന്നു, കുറച്ച് നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നില്ല. അപ്പൊ അതിന് ഭാവഭക്തി എന്ന് പറയും. ഈ ഭാവഭക്തി 2 തരത്തിലുണ്ട്. ഒന്ന് സാധന ഭക്തി. ഓക്കെ, സാധന ഭക്തി അല്ല, സോറി, സാധന സിദ്ധി, കൃപാ സിദ്ധി. അപ്പൊ ഈ സാധന സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് നമ്മൾ വീണ്ടും വരുന്നത്. അവിടെയാണ് നമ്മുടെ ഭക്തിയുടെ, അതായത് നമ്മുടെ സാധനയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. ഇതിലെല്ലാവരും 8 മാല ജപിക്കുന്നവരുണ്ട്, 10 മാല ജപിക്കുന്നവരുണ്ട്, 4 മാല ജപിക്കുന്നവരുണ്ട്, 16 മാല ജപിക്കുന്നവരുണ്ട്, അതിനൊക്കെ കൂടുതൽ മാലകൾ ജപിക്കുന്നവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോ സ്റ്റഡി ആയിട്ട് ഭക്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ലഭിക്കും? പ്രേമ ലഭിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ സ്പോണ്ടേനിയസ് ലവ് എന്ന് പറഞ്ഞു, അതിന് രാഗാനുഗ ഭക്തി എന്നുകൂടെ പറയും. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോ സാധനാ സിദ്ധി മൂലം നമുക്ക് രാഗാനുഗ ഭക്തി ലഭിക്കും. അപ്പൊ ഭാവഭക്തി 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നെന്താണ് സാധനാ സിദ്ധി, മറ്റൊന്ന് കൃപാസിദ്ധി. അപ്പൊ സാധനാ സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധന, അതായത് ശാസ്ത്രാനുസരണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അതേമാതിരി ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് രാഗാനുഗ ഭക്തി ലഭിക്കും. ആ ഒരു അവസ്ഥയാണ് സാധനാ സിദ്ധി എന്ന് പറയുന്നത്. അതായത് ഉത്തമമായിട്ടുള്ള സാധനയിലൂടെ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകും. അതിന് സാധനാസിദ്ധി എന്നും. കൃപാസിദ്ധി. എന്താണ് കൃപാസിദ്ധി? ഈ കൃപാസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെയോ ഭഗവത് ഭക്തന്മാരുടെയോ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ഭക്തിയെ കൃപാസിദ്ധി എന്ന് പറയും. ഭഗവാന്റെയോ ഭഗവത് ഭക്തന്മാരുടെ കൃപാമൂലം നമുക്ക് ലഭിക്കുന്ന ആ സിദ്ധിയെ കൃപാസിദ്ധി എന്ന് പറയുന്നു. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോ എങ്ങനെയാണ് ഭാവം ഉണ്ടാകുന്നത്? അത് 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സാധനാസിദ്ധി, മറ്റൊന്ന് കൃപാസിദ്ധി. ഇനി എന്താണ് ഈ ഭാവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ? ഈ ഭാവത്തിന്റെ സവിശേഷതകൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് സ്വരൂപ ലക്ഷണ എന്ന് പറയും. സ്വരൂപ ലക്ഷണ എന്താണ്? ഈ സ്വരൂപ ലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്നു. എങ്ങനെയാണ്? അതായത് ഹ്ലാദിനി സംവിത് ശക്തിയുടെ പ്രഭാവം മൂലം നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് സ്വരൂപ ലക്ഷണ എന്ന് പറയാം.
പ്രിയ ഭക്തജനങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു സ്വരൂപമുണ്ട്. ഇതല്ല നമ്മുടെ സ്വരൂപം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന എൻ്റെ ഈ ശരീരം, ഇതല്ല എൻ്റെ സ്വരൂപ ലക്ഷണം. എൻ്റെ സ്വരൂപമല്ല ഇത്. അതേമാതിരി നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരൂപമല്ല നിങ്ങളിപ്പോ ആക്ച്വലി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ സ്വരൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭഗവത് ധാമത്തിൽ പോയതിനു ശേഷം. ഇപ്പൊ നമ്മൾ ഭഗവത് ധാമത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ വിളിക്കും നമ്മളതിനെ ഹരിസൂദന എന്നും വിളിക്കില്ല. നമ്മുടെ ഏതാണോ സ്വരൂപം, ആ സ്വരൂപത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മുടെ ഈ ശരീരം ഇത് താത്കാലികമാണ്. അപ്പൊ ഈ താത്കാലികമായിട്ടുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മ ഇരിക്കുന്നുണ്ട്. ഈ ആത്മാവിന് ഒരു സ്വരൂപ സിദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വരൂപമുണ്ട്. ആ സ്വരൂപം നമ്മൾ ഭഗവത് ധാമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് സ്വരൂപ സിദ്ധി സ്വരൂപ ലക്ഷണ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ക്ലാദിനി ശക്തിയുടെയും സംവിത് ശക്തിയുടെയും പ്രഭാവം മൂലം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെയാണ് സ്വരൂപ ലക്ഷണ എന്ന് പറയുന്നത്. ഇനി എന്താണ് തടസ്ഥ ലക്ഷണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്വരൂപ ലക്ഷണ, നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? നമ്മുടെ സാധനാ ഭക്തി പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ സംഭവിക്കുന്നത് ക്ലാദിനി ശക്തിയുടെയും അതേമാതിരി സംവിത് ശക്തിയുടെയും പ്രഭാവം മൂലം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? നമ്മള് തടസ്ഥ ലക്ഷണ. ഈ തടസ്ഥ ലക്ഷണ, അതായത് എക്സ്റ്റേണൽ എന്ന് പറയും. രണ്ടിനും ഇടയിൽ തടസ്ഥ. നമ്മൾ ഹയർ സ്റ്റേജിലും അല്ല, ലോവർ സ്റ്റേജിൽ, രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നു. സോറി, ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇതിലാണ്. കുറച്ച് അലർജി ഉള്ളത് കൊണ്ട് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൊണ്ടുവായി വന്നുകൊണ്ടിരിക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അപ്പോ ഇതിന് തടസ്ഥ ലക്ഷണ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിംറ്റംസ് എന്തോ ആണ്. ഒന്ന്, എന്തുണ്ടാവുന്നു? നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതെയായിത്തീരുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ ആയിത്തീരുന്നു. രണ്ടാമത്തത്, ഭഗവാന്റെ ഗുണങ്ങളോടും ഭഗവത് സേവനത്തിനോടും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. മൂന്നാമത്തത്, നമ്മുടെ ഹൃദയം നിർമ്മലമായിത്തീരും. എങ്ങനെയാണ് നിർമ്മലമാകുന്നത്? ഞാൻ ആരുമല്ല, എല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. കമ്പാഷൻ ആൻഡ് ഹ്യൂമിലിറ്റി എന്ന് പറയും. ഈ കമ്പാഷനും ഹ്യൂമിലിറ്റിയും ഉണ്ടായതിന്റെ ഫലമായിട്ട് നമ്മുടെ ഹൃദയം മൃദുവായി തീരും. അപ്പൊ ഇത് ഭാവയുടെ സ്വഭാവ സവിശേഷതയാണ്. ഇനി സിംറ്റംസ് ഓഫ് ഭാവ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് അനുഭാവാസ് എന്ന് പറയാം. നമുക്ക് ഒരു ഭക്തൻ ഭാവഭക്തിയിലിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
എങ്ങനെയാണ് അതിന് 9 തരത്തിൽപ്പെട്ട സിംറ്റംസ് ഉണ്ടായിരിക്കും. ഒന്ന്, ശാന്തി. അവൻ ശാന്ത സ്വഭാവത്തിലുള്ളവനായിരിക്കും, ശാന്തി. 2, അവ്യക്ത കാലത്ര എന്ന് പറയും, അവ്യക്ത കാലത്വ. അവ്യക്ത കാലത്വ അതായത് എന്താണ്? ഒരു സെക്കൻഡ് കൂടെ, ഒരു മിനിറ്റ് കൂടെ വേസ്റ്റ് ആയിട്ട് കളയില്ല. അവ്യക്ത കാലത്വ അല്ലെങ്കിൽ അവ്യർത്ഥ കാലത്വ. ആദ്യം നമ്മൾ ഈ ശാന്തിയെ കുറിച്ചിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ശ്ലോകത്തിൽ, ശ്രീമദ് ഭഗവത്ഗീതയിൽ. ആർക്കെങ്കിലും ആ ശ്ലോകം അറിയാമോ? ശ്രീമദ് ഭഗവത്ഗീത 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ബ്രാഹ്മണന്മാരുടെ ഗുണത്തെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഈ ശാന്തിയെ കുറിച്ചിട്ട്. ശാന്തി ആർക്കെങ്കിലും അറിയോ? പ്രഭു, ഈ 5-ൽ 29 ഉണ്ടല്ലോ, അതല്ലല്ലേ പ്രഭു? അല്ല. ഇത് 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ശാന്തിർ ആർജവമേവച. ബ്രഹ്മ കർമ്മ സ്വഭാവജം. അതായത് ബ്രാഹ്മണന്മാരുടെ സ്വഭാവ സവിശേഷതകളിൽ പറയുന്നത് ശാന്തി, ടോളറൻസ്. ഈ ടോളറൻസ് ബ്രാഹ്മണന്മാർക്ക് ഉണ്ടാവുമെന്ന്. അതായത് ബ്രാഹ്മണ സ്റ്റേജിൽ നിൽക്കുന്നവർ, കേട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്, ശാസ്ത്രങ്ങൾ ഒരിക്കലും പറയുന്നില്ല, അതായത് ബൈ ബർത്ത് നമ്മൾ ആരും ബ്രാഹ്മണന്മാരല്ല, നമ്മൾ ബ്രാഹ്മണന്മാരായിത്തീരും നമ്മുടെ കർമ്മത്തിലൂടെയാണ്. പക്ഷേ സോക്കോൾഡ് ആളുകൾ, അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവര്, അവരെന്ത് ചെയ്യുന്നത്? ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് ആയി എടുക്കുന്നു. അപ്പൊ ഞാൻ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചതെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി തീർന്നു. അവിടെ കർമ്മം നോക്കുന്നില്ല. പക്ഷെ ശാസ്ത്രം പറയുന്നുണ്ട് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭഗവാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഭഗവാൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗയോഹോ. അതായത് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ചാതുർവർണ്ണ്യം ഞാനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഈ ഗുണങ്ങള് ഉണ്ടാവണം. ആ ഗുണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശുദ്രകുലത്തിലുള്ളവനായി തീരട്ടെ. അവനിൽ ബ്രാഹ്മണ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് പറയപ്പെടുന്നു. ഇനി ബ്രാഹ്മണ കുലത്തിൽ പിറന്നിട്ടുള്ളവന് ശൂദ്രന്മാരുടെ ഗുണമാണ് കിട്ടിയിരിക്കുന്നത്, ഹി ഈസ് നോൺ ആസ് ശൂദ്ര. അവനെയും ശൂദ്രൻ എന്നേ പറയുന്നുള്ളൂ, ബ്രാഹ്മണൻ എന്ന് പറയാൻ പാടില്ല. നമുക്കത് കാണാൻ സാധിക്കും. അശ്വത്ഥാമാവ് പഞ്ചപാണ്ഡവന്മാരുടെ 5 മക്കളെയും അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിഷ്ഠൂരമായിട്ട് കൊന്നുകളയുന്നുണ്ട്. ആ അവസ്ഥയിൽ, അതായത് ആ കളയുകയും
അത് പാഞ്ചാലി അറിയുകയും പാഞ്ചാലി വളരെയധികം സങ്കടപ്പെടുകയും അവിടെ വെച്ച് അർജുനൻ എന്ത് ചെയ്യുന്നുണ്ട്? ശപഥമെടുക്കുന്നുണ്ട്. ഞാൻ ആരാണോ ഈ ഹീനപാതകം ചെയ്തത് അവരെ ഞാൻ കൊന്നുകളഞ്ഞ് അവന്റെ തല കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പ്രസന്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ആരാണ് കൊന്നതെന്ന് മനസ്സിലാകുകയും അശ്വത്ഥമാവ് കൊല്ലുകയാണ്. അശ്വത്ഥമാവിനെ ഭഗവാനും അർജുനനും കൂടി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, ഇവൻ ബ്രഹ്മബന്ധുവാണ്, ബ്രാഹ്മണനല്ല. ബ്രാഹ്മണ കുലത്തിൽ പറന്നു കഴിഞ്ഞിട്ട് ബ്രാഹ്മണ്യം ഫോളോ ചെയ്യാത്ത വ്യക്തിയെ ബ്രഹ്മബന്ധു എന്ന് പറയുന്നു. അപ്പോ ബൈ ബർത്ത് ആരും ബ്രാഹ്മണന്മാരായിട്ട് പിറക്കുന്നില്ല, എല്ലാവരും ശൂദ്രന്മാരായിട്ടാണ് പിറക്കുന്നത്. കലോ ശൂദ്രസഞ്ജായത എന്നാണ് പറയണത്. കലിയുഗത്തിൽ എല്ലാവരും പിറക്കുന്നവരെല്ലാവരും ശൂദ്രന്മാരായിട്ട് പിറക്കുന്നു. അതിനുശേഷം ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അവ്യർത്ഥ കാലത്വ. ഈ അവ്യർത്ഥ കാലത്വം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂമെന്റ് പോലും, ഒരു മിനിറ്റ് പോലും വെറുതെ കളയാതിരിക്കുന്നത്. സദാസമയം ശീല പ്രഭുപാദിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ശീല പ്രഭുപാദ് രാത്രി 12 മണിക്ക് എണീറ്റിട്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതം എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങും നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് പോലും അദ്ദേഹം വ്രത ചെലവഴിച്ചിട്ടില്ല. ആ സമയത്തെല്ലാം ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭക്തന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകള്, അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് പോലും വെറുതെ ആയിട്ട് അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഈ ഭാവഭക്തിയിലുള്ള ഭക്തന്മാര് അവ്യർത്ഥ കാലത്വ, അതായത് ഒരു മിനിറ്റ് പോലും വെറുതെ അവര് കളയുന്നില്ല. അപ്പൊ ആദ്യം ശാന്തി, രണ്ടാമത്തത് അവ്യർത്ഥ കാലത്വം, ഇനി അടുത്തത് മൂന്നാമത്തത് വിരക്തി. ഭൗതിക ലോകത്തിൽ നിന്നും ഡിറ്റാച്ച്മെന്റ്, വിരക്തിയാവും. വിരക്തി ഭൗതിക ലോകത്തിനോട് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ, വിരക്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാനശൂന്യത. മാനശൂന്യത എന്ന് വെച്ച് കഴിഞ്ഞാല് തൃണാദപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരിഹി. എന്താണ് അതിന്റെ അർത്ഥം? ഹരിയെ കീർത്തനം ചെയ്യുക. എന്താണ്? ഭഗവാനെ കീർത്തിക്കുക. ഭഗവാനെ കീർത്തിക്കുക. അതെങ്ങനെ കീർത്തിക്കണമെന്നാണ് പറയണത്? എളിമയോട്, എപ്പോഴും ഭഗവാനെ കീർത്തിക്കുക. എപ്പോഴും എപ്പോഴും ഭഗവാനെ കീർത്തിക്കുന്ന പ്രഭു പറഞ്ഞ എളിമയോട് കൂടിയിട്ട്. വെരി ഗുഡ്. അതായത് ഈ ശിക്ഷാഷ്ടകം എന്ന് പറഞ്ഞ പുസ്തകത്തില് 3-ാമത്തെ ശ്ലോകത്തില് ശ്രീല ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. തൃണാദപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. അതായത് ഒരു പുല്ലിനേക്കാൾ സഹിഷ്ണുതയോട് കൂടിയിട്ടും ഒരു മരത്തിനേക്കാൾ സഹിഷ്ണുത. തൃണാദപി സുനിശ്ചേന തരോരപി സഹിഷ്ണുന. ഒരു പുല്ലിനെ പോലെ സഹിക്കാൻ ശക്തി ഉണ്ടാകുക. അതേമാതിരി ഒരു മരത്തിനെ പോലെ ടോളറന്റ് ഉണ്ടാവുക. അതായത് ഒരു മരത്തിന്റെ മേലെ അനേകം പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്. അതിന്റെ മേലെ ഇരുന്നിട്ട്
അവരെന്ത് ചെയ്യുന്നു? കഷ്ടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആളുകൾ അതിന്റെ താഴത്ത് ഇരുന്നിട്ട് ആ ഷാഡോ അല്ലെങ്കിൽ ആ നിഴല് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ആ മരത്തിനൊരു കംപ്ലൈന്റും ഇല്ല. ആ മരം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതായത് ആ ഒരു അവസ്ഥയിലേക്ക്. അതേമാതിരി നമുക്ക് മാനമോ അപമാനമോ ആകട്ടെ, രണ്ടിനെ കുറിച്ചും ഒരു ചിന്തയുമില്ല. അപ്പോ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് മാനശൂന്യത എന്ന് പറയുന്നത്. ശൂന്യത. ഇനി അടുത്തത് ആശാബന്ധ. ആശാബന്ധ എന്ന് വെച്ച് കഴിഞ്ഞാല് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഭഗവാനിൽ ഉണ്ടാകുക. അതായത് ഒരു ഹോപ്പ്, അത് അചഞ്ചലമായിരിക്കണം. ആ ഹോപ്പ് എന്താണ്? എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ഹോപ്പ് നമ്മളിൽ ഉണ്ടാവുന്നു. അതാണ് ആശാബന്ധ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സമുത്കണ്ഠ. എന്താണ് ഈ സമുത്കണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാല്? ഭഗവാന് വേണ്ടിയിട്ടുള്ള ഈഗർനെസ്. നമുക്ക് കാണാൻ സാധിക്കും ഗോപികമാരില് ഭഗവാന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഈഗർനെസ്സോട് കൂടിയിട്ട്. അതായത് കൃഷ്ണന് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയിൽ. അതിനെയാണ് സമുത്കണ്ഠ എന്ന് പറയുന്നത്. അടുത്തത് നാമഗാന സദാരുചി. ഭഗവാന്റെ നാമത്തിനോടും ഗുണങ്ങളോടും രുചി ഉണ്ടാവുക. നാമഗാന സദാരുചി. നമ്മളിപ്പോ 16 മാല ജപിച്ചു കഴിഞ്ഞാൽ പ്രഭു പറയുന്ന നാമത്തിനോട് ഇത്രയും രുചി ഉണ്ടാവണം. നമുക്ക് 16 മാലയെ ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ 16 മാല ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ടുപോയി തൂക്കിയിട്ടു, ആ ഇന്നത്തെ റൗണ്ട് കഴിഞ്ഞു. അതല്ല, സദാസമയം എന്താണ് കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ 4 മണിക്കൂർ, നിങ്ങളെല്ലാവരും ഈ 4 മണിക്കൂർ കൂടി ചേരുന്നതല്ല കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസത്തില് ഫുൾ ഡേ കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയിൽ അന്തിക്കുക. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. പക്ഷെ വളരെ നല്ലതാണ് നിങ്ങൾ ഈ 4 മണിക്കൂർ കൂടിയിട്ട് നിങ്ങളുടെ ഭക്തിനെ കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ 4 മണിക്കൂർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപക്ഷെ 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചേക്കും. പ്രാക്ടീസ് ചെയ്യാണ് നമ്മളിപ്പോ. അപ്പൊ അതാണ് നാമഗാന സദാരുചി. അടുത്തത് ആസക്തിസ്തത് ഗുണാഖ്യാലെ ഗുണാഖ്യാനെ. ആസക്തിസ്തത് ഗുണാഖ്യാനെ അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ചും ഭഗവാന്റെ പാസ്റ്റൈമിനെ കുറിച്ചിട്ടും കേൾക്കാനുള്ള താല്പര്യം. നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗവാന്റെ നാമം ചൊല്ലാനുള്ളത്, ഇവിടെ ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കാനുള്ള ത്വര. ആസക്തിസ്തത് ഗുണാഖ്യാനെ. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആസക്തി 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 നമ്മൾ പറയുന്നല്ലോ.
നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഭക്തിരസാമൃത സിദ്ധുവിൽ തന്നെ ഒരു ശ്ലോകം. ആദോ ശ്രദ്ധ തതോ സാധു സംഗോദഭജനക്രിയ തദാസക്തിസ്തതോ ഭാവ തഥാ പ്രേമാവിദുഞ്ചതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. ആസക്തി ഉണ്ടാവണം നമുക്ക്. ഇനി അടുത്തത് 9-ാമത്തത് പ്രീതി തത് വസത് സ്ഥലേ വസതി സ്ഥലേ. പ്രീതി തത് വസതി സ്ഥലേ, അതായത് ഭഗവാന്റെ ലീലകൾ നടന്നിരിക്കുന്ന സ്ഥലങ്ങളോട് പ്രീതി ഉണ്ടാവുക. ഇതൊക്കെ ഭാവഭക്തിയുടെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു ഉത്തമ ഭക്തി. ഉത്തമ ഭക്തി സാധനാ ഭക്തിയാകാം, ഭാവഭക്തിയാവാം, അല്ലെങ്കിൽ പ്രേമഭക്തിയാവാം. ഈ 3 ഭക്തികളും ഉത്തമ ഭക്തി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഭാവഭക്തി 2-ാമത്തെ സ്റ്റേജിൽ. ആദ്യത്തെ സ്റ്റേജ് സാധന, ഭാവ, ദെൻ പ്രേമ. ഹരേ കൃഷ്ണ. ഇതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾ ആർക്കെങ്കിലും ഉണ്ടോ?